ഹലോ, ഇന്നത്തെ മിനി വ്ളോഗ് ഒരു മോർണിംഗ് റൊട്ടീനാണ്. എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എങ്ങനെയായിരിക്കും എന്നാണ് കേട്ടോ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് മുമ്പായിട്ട് എൻ്റെ കുളിയൊക്കെ കഴിയാറുണ്ട്. അതിനുശേഷം നമുക്ക് കോലോട വിളക്ക് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലോട്ട് പോകാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ രാവിലെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ മടിയുള്ളവരൊന്നിങ്ങനെ എഴുന്നേറ്റ് നോക്കുക. നമ്മൾ മാത്രമുള്ള ഒരു പീസ്ഫുൾ മൊമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ നേരത്തെയാണെന്നേ പറയുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്കൊരു ശല്യം ഉണ്ടാവില്ല. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ കഴിയുന്ന പോലെ എന്നിട്ട് എനിക്ക് തോന്നാറ്. ബാക്കിയുള്ള സമയത്തിനേക്കാളും രാവിലെ നേരത്തെ നമുക്ക് നല്ലൊരു ആക്റ്റീവ് ആയിരിക്കും നമുക്ക് ജോലികളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേനും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളുടേതായ കാര്യങ്ങൾക്കായിട്ടും കൂടി സമയം മാറ്റി വയ്ക്കാൻ എന്തായാലും ഇങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരു 7:30 മണിയാകുമ്പോഴത്തേനും നമ്മുടെ എല്ലാം കുക്കിങ്ങും കഴിയും കേട്ടോ. അതിനുശേഷം പിന്നെ പിള്ളേരെയൊക്കെ സ്കൂളിലോട്ട് അയച്ചതിന് ശേഷം ക്ലീനിങ് വർക്ക് കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ജോലികളും തീർത്ത് നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ എനിക്ക് 3 പിള്ളേരാണ് കേട്ടോ. 7 മണി 7:30 8 മണിയാകുമ്പോഴത്തേനും 2 പിള്ളേർക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂന്നാമത് ഒരാൾ കൂടി ഉണ്ട്. പിന്നെ അവനുള്ള കാര്യങ്ങൾ, അവനെ കുളിപ്പിക്കുക, കഴിക്കാൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവനുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി അവർക്കൊക്കെ ഉണ്ടാക്കി ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഹെറി ബെറി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. 3 ആളെയും പറഞ്ഞയച്ചവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുത്തുണ്ട് കേട്ടോ. അയ്യോ, തല കറങ്ങോ തല കറങ്ങില്ലേ വീഴോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മളെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണല്ലേ. പിള്ളേർക്ക് വേണ്ടി കഴിക്കാൻ ഉണ്ടാക്കാനും അതുപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നമുക്കൊരു പ്രത്യേക, നമുക്ക് വേണ്ടി മാത്രം നമ്മളെപ്പോഴും ഒന്നും ചെയ്യാറില്ലല്ലോ. അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ്. ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിക്കാറില്ല കേട്ടോ. ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും കുക്ക് ചെയ്യുക അല്ലെങ്കിൽ എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെ മടിയുള്ള ആളാണ്. പക്ഷേ പിള്ളേർക്കും ഹസ്ബൻഡിനും എന്തുണ്ടാക്കി കൊടുക്കാൻ അത്രയ്ക്ക് മടിയൊന്നും കാണിക്കാറില്ല കേട്ടോ. എന്നെങ്കിലും തീരെ വൈകി മാത്രമേ എനിക്ക് ഇതിനൊക്കെ ഒരു ഇറിറ്റേഷൻ വരാറുള്ളൂ. എല്ലാം കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പിയും കൊണ്ട് ഇത്തിരി സോഫയിൽ വന്നിരുന്ന് കാപ്പിയൊക്കെ കുടിക്കണ ഒരു സുഖം വേറെയാണ് അല്ലേ. എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും. പിള്ളേർക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ ഓടുന്ന നേരത്തെ ജോലിക്കും കൂടി പോണ ആൾക്കാരെ സമ്മതിക്കണം അല്ലേ.